നാഗർഹോളെ ഫോറസ്റ്റിലെ രണ്ട് പ്രധാന സഫാരി സെന്റർ ആണല്ലോ കബനിയും നാനച്ചിയും. ഇതിൽ ഏതാണ് ബെറ്റർ എന്നൊരു ചോദ്യം മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. രണ്ട് സ്ഥലത്തും ഇങ്ങനെ ടൈഗർ അടക്കമുള്ള സൈറ്റിങ്സ് ഒക്കെ കിട്ടാറുള്ളതുകൊണ്ട് എവിടെ പോകണമെന്ന് ഡിസൈഡ് ചെയ്യാൻ രണ്ട് സഫാരി സെന്ററിന്റെയും ഒരു കമ്പാരിസൺ ആണ് ഈ വീഡിയോ. രണ്ട് സ്ഥലത്തും പോയി അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കണ്ട് അതിനൊപ്പം ഡിഫറൻസും മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാനച്ചിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് നാനച്ചി സഫാരി സെന്റർ. ഓൺലൈനായി ബുക്ക് ചെയ്തിട്ടും അല്ലാതെ നേരിട്ട് വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ടും നമുക്ക് ഇവിടെ സഫാരിക്ക് വരാം. ഇങ്ങനെ ജീപ്പ് സഫാരിയും വാൻ സഫാരിയും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ പ്രാവശ്യം ജീപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ ഫോറസ്റ്റിനെ കുറിച്ചൊരു ഐഡിയ തരാട്ടോ. കേരളത്തിലെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഈ നാഗർഹോളെ നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്കിന്റെ 3 ഭാഗത്തായിട്ട് 3 സഫാരി സെന്റേഴ്സ് ഉണ്ട്. വയനാട്ടിലെ തോൽപ്പെട്ടിയോട് ചേർന്ന് കിടക്കുന്ന കുട്ട എന്ന സ്ഥലത്തെ നാനച്ചി സഫാരി സെന്റർ ആണ് ഒന്ന്. പിന്നെ കർണാടകയിലെ ഹുൻസൂർ ഭാഗത്തോട്, അതായത് HD കോട്ടെ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന കഗനക്കോട്ടെ സഫാരി സെന്റർ അഥവാ കബനി സഫാരി സെന്റർ. പിന്നെ ഹുൻസൂർ മൈസൂർ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന വീരണഹൊസഗല്ലി സഫാരി സെന്റർ. ഈ 3 എണ്ണത്തിലും വെച്ച് കേരളത്തിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ നാനച്ചി സഫാരിയാണ്. വേനൽക്കാലമാണെങ്കിലും നാനച്ചി ഫോറസ്റ്റിൽ ഈ പച്ചപ്പ് കണ്ടോ, അതിൽ ഒരു ആന ഫാമിലിയുടെ മാർച്ചും. ഈ ആനകളൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ആ സൗണ്ട് ഉണ്ടാക്കിയത് ഞങ്ങളാന്ന് വിചാരിക്കരുത്, ആന തന്നെയാണ്. കാട്ടില് സഫാരി വണ്ടികളെ ഇഷ്ടമല്ലാത്ത ഒരേ ഒരു ജീവിയാണ് ആന. ടൈഗർ അടക്കം ബാക്കി ഒരു അനിമൽസിനും സഫാരി വണ്ടിയെ കണ്ടാൽ കുഴപ്പമില്ലെങ്കിലും ആനയ്ക്ക് എന്തോ വണ്ടി അത്ര ഇഷ്ടമല്ല. ഒരു കാട്ടി കുറച്ചു നേരമായിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ശ്രദ്ധിച്ചു നിൽക്കുന്നത്. സഫാരിക്ക് കയറിയിട്ട് അധികം വൈകാതെ തന്നെ ടൈഗർ ആണ് സൈറ്റിംഗ്. ഈ നാഗർഹോളെ നാഷണൽ പാർക്കിലെ ഏറ്റവും പ്രായമുള്ള കടുവകളിൽ ഒന്നാണിത്. 13 വയസ്സാണ് ഏകദേശ പ്രായം. ഈ 12-15 വയസ്സ് വരെയൊക്കെയാണ് ഒരു കടുവയുടെ ആയുസ് എന്നുള്ളതുകൊണ്ട് വൃദ്ധനായ ഈ ടൈഗറിന്റെ പേര് മൂഗ എന്നാണ്. ആദ്യം ഈ സഫാരി ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നിട്ട് പിന്നെ ഒരു 1.5 വർഷത്തോളം ഇവിടെ കാണാറില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സൈറ്റിങ്സ് കിട്ടാറുണ്ട് ഈ നാനച്ചി സഫാരി ഏരിയയിൽ. ഇത്രയും പ്രായമുണ്ടെന്നൊക്കെ പറയാമെങ്കിലും ആളുടെ നടത്തത്തിലും ലുക്കിലും ആ ഗാംഭീര്യത്തിലും ഒന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ നാനച്ചിയെ കുറിച്ച് പറയാം. നാനച്ചിയിലായാലും കബനിയിലായാലും നമ്മൾ സഫാരി ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. നാഗർഹോളെ ടൈഗർ റിസർവ്.com എന്ന വെബ്സൈറ്റ് വഴിയാണ് സഫാരി ബുക്ക് ചെയ്യേണ്ടത്. അത് 3 ദിവസം മുമ്പെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യണം. കാരണം നെക്സ്റ്റ് 2 ഡേയ്സിലേക്കുള്ളത് അവർ ഓൺലൈൻ ബുക്കിംഗ് ക്ലോസ് ചെയ്തിട്ട് നേരിട്ട് കൗണ്ടർ ബില്ലിംഗ് മാത്രമാകും. നേരിട്ട് വരുന്നവർക്കും ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ 2 ഡേയ്സ് മുമ്പ് തന്നെ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ സോൾഡ് ഔട്ട് ആണെങ്കിൽ നേരിട്ട് വന്നാലും ടിക്കറ്റ് കിട്ടില്ല. ആ ടൈഗർ വന്നപ്പോൾ അതിന്റെ പ്രസൻസ് അറിഞ്ഞിട്ട് അവിടെ നിന്നൊരു കാട്ടി ഓടി വരുന്നത് കണ്ടോ. ടൈഗർ അറ്റാക്ക് ചെയ്യാനുള്ള മൂഡിലാണോ എന്നാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. ടൈഗർ വിശക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ അതിന്റെ മുമ്പിൽ കൂടെ വല്ല ഏറെ പോയാലും മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇവര് വെറുതെ ഓടി കഷ്ടപ്പെടണ്ടല്ലോ. ഇനി സഫാരിയുടെ ടിക്കറ്റ് റേറ്റ്. വീക്കെൻഡിൽ, അതായത് ശനിയും ഞായറും 1.5 മണിക്കൂർ വീതമാണ് 2 സ്ഥലത്തും സഫാരി ഉള്ളത്. 6 മണി മുതൽ 7:30 വരെയും പിന്നെ 7:30 മുതൽ 9 മണി വരെയും. അതുപോലെ ഉച്ചയ്ക്ക് 2:30 to 4 പിന്നെ 4 to 5. 2 സ്ഥലത്തും 450 രൂപയാണ് സഫാരി ചാർജ്. ഈ രാവിലത്തെ സഫാരി 1.5 മണിക്കൂർ എന്നൊക്കെ പറയുമെങ്കിലും 1 മണിക്കൂറൊക്കെ നമുക്ക് ഫോറസ്റ്റിനകത്ത് കിട്ടുള്ളൂ. ഇനി വീക്ക് ഡേയ്സിൽ നാനച്ചിയിൽ സെയിം 450 രൂപയുടെ 1.5 മണിക്കൂർ സഫാരി തന്നെയാണ്. എന്നാൽ കബനിയിൽ അത് 600 രൂപയ്ക്ക് 2.5 മണിക്കൂർ സഫാരിയാണ് ഉണ്ടാവുക. 6:30 to 9 പിന്നെ 3:30 മുതൽ 6 മണി വരെയും. 600 രൂപയാണെങ്കിലും ഈ 2.5 മണിക്കൂർ ഉള്ളതുകൊണ്ട് അതാണ് ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് രണ്ടും വാൻ സഫാരിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഏതോ ഒരു പക്ഷിയുടെ കൂട്ടിന്ന് പക്ഷിക്കുഞ്ഞിനെയും റാഞ്ചി എടുത്തുകൊണ്ട് വന്നിട്ട് കൊത്തി തിന്നുകയാണ് ഈ ചേഞ്ചബിൾ ഹോക്കി ഈഗിൾ എന്ന കിന്നരിപ്പരുന്ത്. ഇതിനു മുമ്പ് കണ്ടത് കഴുകനായിരുന്നു, റെഡ് ഹെഡഡ് വൾച്ചർ എന്ന കാതിലക്കഴുകൻ. നമ്മളിപ്പോൾ വാൻ സഫാരിയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇനി ജീപ്പ് സഫാരി. നിലവിൽ 2 സ്ഥലത്തും ജീപ്പ് സഫാരി നമുക്ക് ഒഫീഷ്യലി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഉടനെ തന്നെ അത് ആക്റ്റീവ് ആകും. നാനച്ചിയിൽ നേരിട്ട് ചെന്നാൽ നമ്മൾ മിനിമം ഒരു 6 പേരുണ്ടെങ്കിൽ ജീപ്പ് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് പോവാം. അവിടെ ജീപ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. ഒരാൾക്ക് 1250 രൂപയാണ് ഫീ. കബനിയിലും വൈകാതെ തന്നെ അതുണ്ടാവും.
അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ വീണ്ടും പഗ് മാർക്ക് കണ്ടു. ഫ്രഷ് ആയതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഏരിയ മൊത്തം ചെക്ക് ചെയ്തപ്പോൾ പുല്ലിന്റെ ഇടയിൽ ഒരു ടൈഗർ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒളിച്ചിരുന്നാൽ ഇവരെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുമാവോ? ഈ നാനിച്ചിയും കബനിയും അല്ലാതെ മൂന്നാമതൊരു സഫാരിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, വീരണ ഹൊസഹള്ളി. ആ ഗേറ്റിൽ നിന്ന് സഫാരി തുടങ്ങിയാലും ഈ നാനിച്ചി സഫാരി ഏരിയയിലേക്ക് തന്നെയാണ് ആ വണ്ടികളൊക്കെ വരുന്നത്. മൈസൂർ ഭാഗത്തു നിന്നുള്ളവർക്ക് സഫാരിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഗേറ്റ്. നമ്മൾ ഒരിക്കലും അവിടെ പോയപ്പോൾ വീരണ ഹൊസഹള്ളി സഫാരി എടുത്തായിരുന്നു. അന്ന് ഒരമ്മക്കടുവയും 2 പിള്ളേരും കൂടെ കളിക്കുന്ന വിഷ്വൽസിൽ മരത്തിൽ കയറുന്ന ആ 2 കപ്സിൽ ഒരു കുട്ടിയാണ് ഈ നടന്നു വരുന്ന ടൈഗർ. ഇപ്പൊ കണ്ട കുട്ടിത്തൊക്കെ പോയി പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ടൈഗറിന്റെ പോലെയൊക്കെ തോന്നുമെങ്കിലും 2 വയസ്സ് പോലും ആയിട്ടില്ല ഈ കടുവയ്ക്ക്. നമ്മളിപ്പോൾ കബനിയിലെയും നാനച്ചിയിലെയും വാൻ സഫാരിയെ കുറിച്ച് പറഞ്ഞു. ജീപ്പ് സഫാരിയും ഓൺലൈനിൽ ഇല്ലെങ്കിലും നമുക്ക് നേരിട്ട് വന്നാലും ബുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി ഇതല്ലാതെ ഇവിടെയുള്ള വേറൊരു ജീപ്പ് ഓപ്ഷനാണ് JLRന്റെ ജീപ്പ് സഫാരി. ജംഗിൾ ലോഡ്ജ് റിസോർട്ട് എന്ന JLR ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ തന്നെയാണ്. പക്ഷേ കബനിയിൽ സഫാരിയും സ്റ്റേയും കൂടെ ഓൾമോസ്റ്റ് ഒരു 45,000 രൂപയ്ക്ക് ആവും പെർ ഡേ. അത് നന്നായിട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. എന്നാൽ നാനച്ചിയിൽ സ്റ്റേ ഇല്ലാതെ ജീപ്പ് സഫാരി മാത്രമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. 2250 രൂപയാണ് ഒരാളുടെ ചാർജ്. junglelodges.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അങ്ങനെ സഫാരി ബുക്ക് ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ആനകളിൽ ഫീമെയിൽസ് മാത്രമാണ് ഫാമിലി ആയിട്ട് നടക്കാറുള്ളെങ്കിലും മേറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ കൊമ്പന്മാർ 2-3 ദിവസത്തേക്ക് ആ ഫാമിലിയിൽ ജോയിൻ ചെയ്യാറുണ്ട്. ഈ മൈന കണ്ടോ, കാട്ടുമൈന എന്ന് വിളിക്കുന്ന ഹിൽ മൈനയാണിത്. ഇതിന്റെ ആ കണ്ണും ചെവിയൊക്കെ കാണാൻ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. സഫാരിക്കൊക്കെ പോകുമ്പോൾ രാവിലെ സമയത്തൊക്കെ മിക്കവാറും കാട്ടിലൊക്കെ ഇവരുടെ സൗണ്ട് കേൾക്കാമെങ്കിലും ഇങ്ങനെ ഇവരെ കാണാൻ കിട്ടാറില്ല. ഇനി ഈ 2 സ്ഥലത്തെയും സൈറ്റിങ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങനെ എലിഫന്റ് സൈറ്റിങ്സ് ഒക്കെ 2 സ്ഥലത്തും ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. എന്നാൽ ടൈഗർ സൈറ്റിങ്സിന് കുറച്ചും കൂടെ ചാൻസ് കൂടിയത് കബനിയാണെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും അവിടെ ടൈഗർ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. എന്നാൽ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ടൈഗറിനെ കാണാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ കബനിയിൽ ചാൻസ് കൂടുതലാണെന്ന് വെച്ച് നാനച്ചിയിൽ സൈറ്റിങ്സ് കുറവാണെന്നല്ല, നാനച്ചിയിലും ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ടൈഗർ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. ആ ആനക്കൂട്ടം ടൈഗർ കിടക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തെ ദൂരെയായിട്ടാണെങ്കിലും അവർ പതുക്കെ ഇതിന്റെ അടുത്തേക്ക് നടന്നു വന്നാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ചെറിയ ആനക്കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് കിട്ടിയ ടൈഗർ അറ്റാക്ക് ചെയ്യാറുണ്ടെങ്കിലും അത് അത്യാവശ്യം ആരോഗ്യമുള്ള മെയിൽ ടൈഗർ ആയിരിക്കണം. കപ്സിനൊന്നും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഈ പുല്ലിന്റെ ഇടയിലാണ് നമ്മുടെ ടൈഗർ കപ്പ് കിടക്കുന്നത്. മറ്റേ ആനക്കൂട്ടത്തിലെ കൊമ്പൻ പതുക്കെ നടന്ന് മുകളിലെത്തി. ആനയ്ക്ക് ടൈഗർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സിലായ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ ആ കൊമ്പൻ വേറെ വഴി ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ ടൈഗർ ഒന്ന് എണീറ്റാ കുറച്ചും കൂടെ നല്ല വിഷ്വൽസ് എടുക്കാമല്ലോ എന്നും പ്രതീക്ഷിച്ച് കുറെ നേരം നിന്നിട്ടും അതൊന്നും എണീക്കുന്നുമില്ല. അപ്പോൾ അപ്പുറത്തെ ഒരു പിടിയാന മുളയുടെ കൊമ്പ് വലിച്ചൊടിച്ച് തിന്നുന്നു. ഇത് ചുട്ടിക്കഴുകനാണ്, വൈറ്റ് റംബ്ഡ് വൾച്ചർ. ആദ്യം കണ്ട കാതിലെ കഴുകനും ഈ ചുട്ടിക്കഴുകനും ഒക്കെ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. കേരളത്തിൽ വയനാട് മാത്രമേ വല്ലപ്പോഴെങ്കിലും ഇവരെ സ്പോട്ട് ചെയ്യാറുള്ളൂ. വംശനാശം സംഭവിക്കാവുന്ന റെഡ് ലിസ്റ്റിലുള്ള പക്ഷികളാണ് ഇത് രണ്ടും. ഈ രണ്ടും എന്നല്ല, ഇന്ത്യയിലെ 6 എണ്ണം കഴുകന്മാരും വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് IUCN പറയുന്നത്. പിന്നെ ഇവിടത്തേക്ക് സൈറ്റിങ്സിന്റെ കാര്യം പറയുമ്പോൾ ടൈഗറിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. കബനി സഫാരി ഇത്ര ഫേമസ് ആവാൻ കാരണം ഒരു ബ്ലാക്ക് പാന്തർ ആണ്. സായ എന്നു പേരുള്ള ഒരു ബ്ലാക്ക് ലെപ്പേഡിന്റെ സൈറ്റിങ്സ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നോണ്ടാണ് കബനി സഫാരിക്ക് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയത്.
എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കമ്പനിയിൽ ആ ബ്ലാക്കിയുടെ സൈറ്റിങ്സ് കിട്ടാറില്ലായിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തിൽ 4-5 പ്രാവശ്യം അല്ലാതെ ബ്ലാക്കിയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആ സെയിം സായ എന്ന കരിമ്പുലി നാനച്ചി സഫാരി ഏരിയയിലേക്ക് ടെറിട്ടറി മാറ്റി. കഴിഞ്ഞ 1 മാസത്തിൽ 5-6 പ്രാവശ്യം ഈ നാനച്ചി സഫാരിയുടെ ഇടയിൽ നിന്ന് ടൂറിസ്റ്റിന് ഈ ബ്ലാക്ക് പാന്തറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ ആൾക്കാർ നാനച്ചിയിലേക്ക് വരാനാണ് സാധ്യത. വൈൽഡ് ഡോഗ്സ് ഇവര് സാധാരണ ഈ സഫാരി ഏരിയയിൽ കാണാറുള്ളവർ തന്നെയാണ്. പപ്പീസ് അടക്കം 6-7 എണ്ണത്തിന്റെ ഒരു കൂട്ടമാണത്. കബനിയിലായാലും നാനച്ചിയിലായാലും ഇങ്ങനെ വൈൽഡ് ഡോഗ്സിന്റെ കൂട്ടങ്ങളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ 10-25 എണ്ണം വരെയൊക്കെയുള്ള വലിയ കൂട്ടങ്ങളായിട്ടാണ് ഇവരെപ്പോഴും ജീവിക്കാറ്. ഒറ്റയ്ക്ക് ഇര പിടിക്കാനും അത്ര കഴിവില്ലാത്തതുകൊണ്ട് ഇവർ ടീമായാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ ആദ്യം ഇവിടുത്തെ സഫാരിയുടെ ചാർജ് പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ സഫാരി ചാർജ് മാത്രം നോക്കിയാൽ പോരാ. ഇവിടെ ക്യാമറ ചാർജ് എന്ന ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു പിടിച്ചുപറിയുണ്ട്. നമ്മൾ 450 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഒരു സഫാരിക്ക് കയറിയ ഒരു 500mm ലെൻസുള്ള ഒരു ക്യാമറയും കൊണ്ടുപോയ 1950 രൂപ സഫാരിക്ക് കൊടുക്കണം. അതായത് 450 രൂപ സഫാരിക്കും 1500 രൂപ ഒരു ക്യാമറയുടെ ഫീസും. നമ്മൾ ജീപ്പ് സഫാരിക്കാണ് പോകണമെങ്കിൽ 2250 രൂപ സഫാരിയും 1500 രൂപ ക്യാമറയും പേ ചെയ്യണം. ഇന്ത്യയിൽ വേറെ എവിടെയും ഇങ്ങനെ 100 രൂപയേക്കാൾ കൂടുതൽ ക്യാമറ ഫീ ഇല്ലാത്തപ്പോഴാണ് ഇവർ 1500 രൂപ ഒരു സഫാരിക്ക് ക്യാമറ ഫീ മാത്രമായിട്ട് മേടിക്കുന്നത്. എന്തായാലും ഈ നാനച്ചിയിലെ സഫാരി കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ അടുത്തുള്ള റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ സ്റ്റേ ചെയ്ത് നാളെ നേരെ കബനിയിലേക്ക് പോകാനാണ് പ്ലാൻ. ഈ റിസോർട്ടിന്റെ പേരിൽ തന്നെ ഇതിന്റെ പ്രത്യേകത തുടങ്ങും കേട്ടോ. കയറി വരുന്നത് ഒരു വലിയ ഓപ്പൺ ആയിട്ടുള്ള റിസപ്ഷനിലേക്കാണ്. ലോർഡ്സ് 83 എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. 1983 ലണ്ടനിലുള്ള ലോർഡ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടിയതിന്റെ സൂചകമായിട്ടാണ് റിസോർട്ടിന് ഈ പേര് വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, അന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന കപിൽ ദേവ് വന്നിട്ടാണ് ഈ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ഈ റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയയും റെസ്റ്റോറൻറ്റും ഈ റൂംസിന്റെ സ്ഥലവും ഈ കൺസ്ട്രക്ഷൻ ടോട്ടലി കാണുമ്പോഴേ ഒരു ലക്ഷറി ഫീലൊക്കെ തോന്നും. അപ്പോൾ നമുക്കിന്ന് റൂമിലേക്ക് പോവാം. ഇവിടെ 2 ടൈപ്പ് റൂമാണുള്ളത്. പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളുള്ള പൂൾ വില്ലയും പിന്നെ ഡിലക്സ് റൂമും. നമ്മൾ ഡിലക്സ് റൂമാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ കയറി ചെല്ലുന്ന ഒരു ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു ഡീസൻറ്റ് റൂമാണ്. ഈ റിസോർട്ടിന്റെ പേരിൽ മാത്രമല്ല, റൂമിലും ഒരു ക്രിക്കറ്റ് ടച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫോട്ടോസ് വെച്ചേക്കുന്നത് മാത്രമല്ല, ഈ ലോർഡ്സ് 83 എന്ന റിസോർട്ടിന്റെ ലൊക്കേഷൻ കണ്ടോ? വയനാട്ടിലെ ബത്തേരിയിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനോട് ചേർന്നിട്ടാണ് ഈ പ്രോപ്പർട്ടി. വയനാട്ടിൽ തന്നെയുള്ള മുറി ക്യാബ് എന്ന ലക്ഷറി റിസോർട്ടിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഈ ലോർഡ്സ് 83യുടെ. ജിമ്മും പ്ലേ ഏരിയയും വലിയൊരു പൂളും ഒക്കെ അടക്കം ഒരു 5 സ്റ്റാർ റിസോർട്ടിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഈ റിസോർട്ടിലും ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിന്റെ ലൊക്കേഷൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടായതുകൊണ്ട് നല്ല പച്ചപ്പും ശുദ്ധവായു ഒക്കെ ഉള്ള സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് ഇൻഫിനിറ്റി മോഡലിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ. ഈ പൂൾ ഏരിയയിൽ നിന്ന് ദൂരെയായിട്ടൊരു മല കാണാം. അത് ആറാട്ടുപാറയാണ്. ലോക്കലായിട്ട് ആൾക്കാർ ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണത്. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഔട്ട്ഡോർ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് വെറുതെ ഒരു 2 ദിവസം റെസ്റ്റ് എടുക്കാൻ മാത്രമല്ലാതെ ബിസിനസ്സും ഓഫീസ് തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് ഒന്ന് ക്രിക്കറ്റ് കളിക്കാനോ ശരീരം അനങ്ങിയൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു റിസോർട്ടാണിത്. ക്രിക്കറ്റിന് പ്രത്യേക പരിഗണന ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 പിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഡിന്നറിന് ചെന്നു. ബൊഫേ സിസ്റ്റം ആയിരുന്നെങ്കിലും നമുക്ക് വേണ്ട ഡിന്നർ അവർ ഉണ്ടാക്കി തരും. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫുമാണ്. ഞാനൊരു കൊത്തു പൊറോട്ട എക്സ്ട്രാ പറഞ്ഞു. അപ്പോൾ ഡിന്നർ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി പിറ്റേ ദിവസം രാവിലെ ചെക്കൗട്ട് ചെയ്ത് നേരെ കബനിക്ക് വിട്ടു. കക്കനക്കോട്ടെ സഫാരി സെന്റർ എന്ന പേരുള്ള കബനി സഫാരി. ഈ 3 സഫാരി വാനുകളിലാണ് ഇവിടെ സഫാരി നടത്തുന്നത്. ഇതിൽ 2 വാൻ ഏകദേശം ഒരേപോലെയാണ് വിസിബിലിറ്റി. എന്നാൽ 3ാമത്തെ ബസ്സിനൊരു പ്രത്യേകതയുണ്ട്. സൈഡ് ഫുൾ ഓപ്പൺ ആണെന്ന് മാത്രമല്ല, മുകളിലെ ഗ്ലാസ്സുമാണ്. സോ വിസിബിലിറ്റി നന്നായിട്ട് കിട്ടും. ഇങ്ങനെ മുകളിൽ ഗ്ലാസ് ഇട്ടുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ കാടൊക്കെ ഇങ്ങനെ കണ്ടുപോകാലോ. പിന്നെ മഴ പെയ്താലും നല്ല ഭംഗിയായിരിക്കും.
ഇവിടെ ടിക്കറ്റ് കിട്ടാൻ ഓൺലൈൻ ബുക്ക് ചെയ്യാതെയാണ് വന്നതെങ്കിൽ ഒന്നെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ഫില്ലായിട്ടില്ലെങ്കിൽ ആ ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ സഫാരി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പ് എത്തിയില്ലെങ്കിൽ ആ ടിക്കറ്റ് അവിടെ ക്യൂ നിൽക്കുന്നവർക്ക് കൊടുക്കും. ഇനി അതല്ലാതെ ഓഫ്ലൈൻ ടിക്കറ്റിന് വേണ്ടി മാത്രം ഒരു വാൻ റിസർവ് ചെയ്ത് വെക്കാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നു. അത് എന്ന് മുതലാണെന്ന് അറിയില്ല. ആഹാ, ദേ വരുന്നു ഒരു കൂട്ടം ഗജവീരന്മാര്. കാട്ടിലൂടെ ഇവരിങ്ങനെ നടന്നു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിത് മെയ് അവസാനമാണ് പോയത്, അതുകൊണ്ട് മഴയൊക്കെ പെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നാനാജിയിലൊന്നും അത്ര പച്ചപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ റോളർ എന്ന പനങ്കാക്കിയാണ് ഈ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ കൊമ്പനൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കാതെ ആനക്കൂട്ടത്തെ തന്നെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി പിന്നെയും അവർ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവരിതേ റോഡ് ക്രോസ് ചെയ്യുന്നു. അതും നോക്കി നമ്മളിങ്ങനെ നിന്നപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പോകാറായില്ലേ എന്ന് ചോദിച്ച് നമ്മളെ അവർ ഓടിച്ചു വിട്ടു. നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് മാറി വീണ്ടും ഒരു സേഫ് ഡിസ്റ്റൻസിൽ വണ്ടി നിർത്തി അവരെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവർ റോഡ് ക്രോസ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാനാണ് വണ്ടി നിർത്തിയത്. ശരിക്കും ആന എന്നല്ല, മാനാണെങ്കിൽ പോലും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടാൽ എനിക്ക് വണ്ടി നിർത്തിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നാറുണ്ട്. വരി വരിയായിട്ട് ഇങ്ങനെ ഈ കാട്ടാനകൾ നടന്നു പോകുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് പാന്തറിൻ്റെ കാര്യം, അത് ഇവിടുന്ന് നാനച്ചിയിലേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ ഇപ്പം നാനച്ചിയിൽ പുതിയ 2 ബ്ലാക്ക് പാന്തറും കൂടെ ഉണ്ട്. 6 മാസമൊക്കെ പ്രായമായിട്ടുള്ളൂ അവർക്ക്. നാനച്ചി ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ലെപ്പേർഡിനുണ്ടായ 2 മക്കളും ബ്ലാക്ക് ഷെയ്ഡാണ്. പക്ഷെ അത് പെർഫെക്റ്റ് ബ്ലാക്ക് അല്ല, ചെറുതായിട്ട് യെല്ലോ ഡോട്ട്സും കാണാം നമുക്ക്. എന്നാലും സായ എന്ന ബ്ലാക്ക് പാന്തറിൻ്റെ കൂടെ ഇവരും നാനച്ചി സഫാരി ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് ഇനി നാനച്ചി സഫാരിയിലാണ് ബ്ലാക്ക് പാന്തറിൻ്റെ സൈറ്റിങ്സ് കിട്ടാൻ ചാൻസ് കൂടുതൽ. ഈ സഫാരിക്ക് കബനി സഫാരി എന്ന് പേര് വരാൻ കാരണം ഇതിനടുത്തു കൂടെ കബനി പുഴ ഒഴുകുന്നുണ്ട്. ഒഫീഷ്യലി കകനക്കോട്ടെ സഫാരി സെന്റർ എന്നാണ് പേര്, പക്ഷെ അൺഒഫീഷ്യലി അത് കബനി സഫാരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായി. ഇവിടുത്തെ JLRന്റെ പേര് കബനി റിവർ ലോഡ്ജ് എന്നാണ്. അങ്ങനെയാണ് ഈ സഫാരിക്കും കബനി സഫാരി എന്നുള്ള പേര് വന്നത്. പിന്നെ മിക്കവാറും കബനി റിവറിന്റെ സൈഡിലൊക്കെ ടൈഗർ സൈറ്റിങ്സ് കിട്ടാറുണ്ടായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഇവിടുത്തെ കാടിന്റെ ഭംഗി കണ്ടോ, നല്ല ഡിസ്റ്റൻസിൽ വിസിബിലിറ്റി ഒക്കെ കിട്ടുന്ന ഉയരം കുറഞ്ഞ മരങ്ങളൊക്കെ ആയിട്ട് ഭംഗിയുള്ള ഒരു സ്ഥലമാണെങ്കിലും ഒന്നും കൂടെ മഴയൊക്കെ വന്നാലാണ് ശരിക്കും പച്ചപ്പ് വരുള്ളൂ. അങ്ങനെ പച്ചപ്പ് വരുമ്പോഴാണ് കബനി ഫോറസ്റ്റ് ശരിക്കും ഭംഗി വരിക. എന്നാൽ നാനച്ചിയിലെ ഫോറസ്റ്റ് ഏരിയയിലെ ഒരു ഭാഗം ചതുപ്പ് പോലെയുള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും പച്ചപ്പ് ഉണ്ടാവും. വേനൽക്കാലത്തായാലും നല്ലൊരു ഗ്രീനറി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുണ്ട് നാനച്ചിയിൽ. അങ്ങനെ കുറച്ചും കൂടെ മുമ്പിലേക്ക് വന്നപ്പോൾ ദേ ഒരു ടൈഗർ, റാണ എന്ന് വിളിപ്പേരുള്ള ഒരു മെയിൽ ടൈഗർ ആണത്. സ്ഥിരമായിട്ട് സഫാരി ഏരിയയിലൊന്നും വരാറില്ലെങ്കിലും റയറായിട്ട് ഈ മെയിൽ ടൈഗറിന്റെ സൈറ്റിങ്സും കബനിയിൽ നിന്ന് കിട്ടാറുണ്ട്. ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് മാത്രം കാണാൻ പറ്റിയുള്ളൂ. ആശാൻ എവിടെ നിൽക്കാതെ ഇങ്ങനെ മുമ്പിലേക്ക് നടന്നു പോയപ്പോൾ നമ്മളും സഫാരി കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നമ്മൾ 2 സഫാരിയെ കുറിച്ചും പറഞ്ഞല്ലോ. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുമല്ലോ. വീക്ക് ഡേയ്സിൽ 600 രൂപയ്ക്ക് 2.5 മണിക്കൂർ സഫാരി കബനിയിൽ കിട്ടും എന്നുള്ളത് ഒരു മെയിൻ പ്ലസ് പോയിന്റ് ആണ്. എന്നാൽ വാൻ സഫാരിയിൽ മിക്കവാറും ഫാമിലിയോ കുട്ടികളൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ജീപ്പ് സഫാരി എടുക്കാനാണെങ്കിൽ നാനച്ചിയിലെ JLR ജീപ്പ് സഫാരി എടുക്കാം. പക്ഷെ ചാർജ് ഒരാൾക്ക് 2250 രൂപയാണെന്ന് മാത്രം.
നാനച്ചി സഫാരി സെന്റർ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ സഫാരി കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുള്ളത്. അതുകൊണ്ട് സഫാരിക്ക് പോകാനും വരാനും ഒന്നും കേരളത്തിലെ തോൽപ്പെട്ടി ഭാഗത്തുനിന്ന് വരുമ്പോൾ ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്നാൽ വയനാട്ടിൽ നിന്ന് കബനിയിലേക്ക് പോകുമ്പോൾ കാട്ടിക്കുള കഴിഞ്ഞ് കർണാടക ബോർഡർ മുതൽ തന്നെ നാഗർഹോളെ ഫോറസ്റ്റ് തുടങ്ങുന്നതുകൊണ്ട് വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ ആ ബാവലി ചെക്ക് പോസ്റ്റ് കടന്ന് നമുക്ക് കബനിക്ക് പോകാൻ പറ്റില്ല. അതായത് കേരളത്തിൽ നിന്ന് രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നിട്ട് അവിടെ കബനിയിൽ 6:30 സഫാരിക്ക് എത്താന്നുള്ള പ്രതീക്ഷ വേണ്ട. അതുപോലെ തന്നെ വൈകുന്നേരവും സഫാരി 6 മണിക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ പറ്റില്ല, ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് നമ്മൾ കബനിയിലെത്തി സഫാരി എടുത്തിട്ട് HD കോട്ട എന്ന സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലത്തെ സഫാരിയും കഴിഞ്ഞിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് കബനിയെയും നാനച്ചിയെയും കുറിച്ച് പറയാനുള്ളത്. 2 ഫോറസ്റ്റും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.